ജില്ലാ കളക്ടർ സംസാരിക്കാൻ പോകുന്നു. MLA-മാരും അവിടെ ഉണ്ട്. സഹോദരി നമ്മുടെ കളക്ടർ ഒരു സെക്കൻഡ് എല്ലാവരും നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അവരെല്ലാം ഉണ്ടോ? ഇപ്പോൾ നമ്മൾ അവിടെ വന്നപ്പോൾ സംസാരിച്ചവരെല്ലാം ഉണ്ടോ? നമുക്കൊരു ഉണ്ടോ? സോ എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നിങ്ങളുടെ പ്രതിനിധികളും ബഹുമാനപ്പെട്ട വൈദികരും ജനപ്രതിനിധികളും എല്ലാം വളരെ വിശദമായി ഞങ്ങളെ കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ തുടർച്ചയിലെടുത്ത തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടറോട് വിശദീകരിക്കും. വളരെ വികാരം ഇവിടെ കാണുന്നുണ്ട്. ജനങ്ങളുടെ വികാരവും മൊത്തം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വികാരം മൊത്തം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കോതമംഗലം MLA ആന്റണി ജോൺ, മൂവാറ്റുപുഴ MLA മാത്യു കുളനാടൻ, പഞ്ചായത്ത് കുട്ടമ്പുഴ പ്രസിഡന്റ്, മെമ്പർ, നമ്മുടെ DFO മൂന്നാർ രമേശ് ബിഷ്ണോയ്, IFS എല്ലാവരും ഇവിടെ ഇരുന്ന് നമ്മുടെ ചർച്ച് ഫാദേഴ്സ്, അവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവരെയും വെച്ച് കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് വിശദമായിട്ട് ഓരോരോ കാര്യങ്ങളും ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോരോ കാര്യമായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ഉള്ളത് ഇവർക്ക് കൊടുക്കേണ്ടിയ ഈ അടിയന്തര ധനസഹായമായ പൈസ, അതിന് ചെക്ക് എൻ്റെ കൈ അത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കുടുംബത്തിലെ പെൺകൾ അവിടെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അത് കൈമാറാം. അത് ഫസ്റ്റ് കാര്യം. അപ്പോൾ ഇപ്പോൾ തന്നെ DFO ചെക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് കൈമാറാം. ഒന്ന്. രണ്ടാമത്തെ, ഇത് ഇവിടെ സംഭവിച്ചത് ഇവിടെ ട്രെഞ്ചിങ് കാര്യം, 8 കിലോമീറ്റർക്കുള്ള ട്രെഞ്ചിങ്. ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രെഞ്ചിങ് DFOയോടും റേഞ്ച് ഓഫീസറോടും വിശദമായിട്ട് ചർച്ച ചെയ്തു. ട്രെഞ്ചിങ് ടെൻഡർ ആയിട്ടുണ്ട്. കോൺട്രാക്ടർ ഒരു ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 16, ഇപ്പോൾ നാളായി, ഇന്ന് വർക്ക് തുടങ്ങും. അത് നിങ്ങൾ കാണാം. അത് ആ ഫസ്റ്റ് ഉറപ്പ് ഞങ്ങൾ ഇവിടെ തരുന്നു. ഇവിടെ വർക്ക് തുടങ്ങും. അതിൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. ട്രെഞ്ചിങ് വർക്ക് ഇന്ന് മീൻസ് ഇപ്പോൾ രാത്രി 1:30 മണി ആയതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നു, ഇന്ന് തുടങ്ങും. അത് ഒന്ന്. പിന്നെ ഇവിടെ ഉള്ള സോളാർ ഫെൻസിങ്ങിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറേ സ്ഥലങ്ങളിൽ മെയിൻ്റനൻസ് ഇല്ലാതായിട്ടുണ്ട്. മിഷൻ സോളാർ ഫെൻസിൻ്റെ പേരിൽ മിനിസ്റ്ററുടെ പ്രത്യേക പദ്ധതി പ്രകാരം ഓൾറെഡി ഇവിടെ വർക്ക് അനുവദിച്ച് അതിൻ്റെ വർക്ക് 21-ാം തീയതി, അതും നിങ്ങൾ എഴുതാം, 21-ാം തീയതി അതിൻ്റെ വർക്ക് തുടങ്ങും. ആ ഒരു ഉറപ്പും ഞങ്ങൾ ഇവിടെ തരുന്നു. അതുപോലെ ഇവിടെ 2 കിലോമീറ്റേഴ്സുടെ ഹാങ്കിങ് സോളാർ ഫെൻസിങ്ങിൻ്റെ ടെൻഡർ വെച്ചു. അതാരും എടുത്തില്ല. അത് എന്താണ് അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ MLA സംസാരിച്ച് നീക്കിയിട്ടുണ്ട്, പഞ്ചായത്ത് MLA-യും. ആ വർക്ക് ടെൻഡർ ചെയ്ത് ഉടനെ തുടങ്ങാനുള്ള നടപടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ആ ഉറപ്പും തരുന്നു. പിന്നെയുള്ളത് ഇവിടെ ലൈറ്റ് കാര്യം, അത് പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചു. അത് വേറെ ഒന്നുമല്ല, മെയിൻ്റനൻസ് ടെൻഡർ ചെയ്യാനുള്ളത് സെക്രട്ടറി മാറി അഡീഷണൽ സെക്രട്ടറിക്ക് ചാർജ് വന്നപ്പോൾ ലോഗിനിലുള്ള ഒരു സാങ്കേതിക തടസ്സമാണ്. 5 ദിവസത്തിനുള്ളിൽ, അതും നമ്മൾ എഴുതി വെക്കാം, 5 ദിവസത്തിനുള്ളിൽ ഈ ലൈറ്റ് ഫുള്ള് മെയിൻ്റനൻസ് വർക്ക് തീരും. പിന്നെ ഫുൾ ലൈറ്റ് ഇടാനുള്ളതും ഉടനെ തന്നെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അത് തീർക്കും. പിന്നെ ഇവിടെ RRTകൾക്ക് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള സ്പെഷ്യൽ ടീംസ്, ഇവിടെ ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള സ്പെഷ്യൽ ടീംസിൻ്റെ വണ്ടി കാര്യത്തിൽ MLA ഓൾറെഡി ഫണ്ട് വെച്ച് വണ്ടി കൊടുക്കാൻ പോകുന്നു ഇവിടെ. പക്ഷേ അത് പർച്ചേസും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മീൻവൈൽ DFO റേഞ്ച് ഓഫീസർ വാടകയ്ക്ക് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കും. വാടകയ്ക്ക് RRTക്കുള്ള വണ്ടിയാണ് മെയിൻ പ്രശ്നം. വണ്ടിക്കുള്ള വാടക കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ NREGS വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പറയുന്ന ഒരു പരാതിയുണ്ട്. ഇങ്ങനെ നമ്മൾ തീരുമാനമെടുക്കും, അതിൻ്റെ ഫോളോ അപ്പ് എന്തായി അത് എന്തായി 27-ാം തീയതി വൈകിട്ട് ഞാൻ തന്നെ ഇവിടെ വന്ന് ഇതിൻ്റെ അവലോകനം ജനപ്രതിനിധികളോട് ചേർന്ന് ഞങ്ങൾ ഇന്ന് എടുത്ത തീരുമാനങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. ഡേറ്റ് പോലും ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് പറയുന്നു. ഈ തീരുമാനങ്ങളുടെ റിവ്യൂ കുട്ടമ്പുഴയിൽ വന്ന് തന്നെ കളക്ടർ 27-ാം തീയതി നമ്മുടെ അദാലത്തുണ്ട്. അദാലത്തിന് ശേഷം കളക്ടർ തന്നെ വന്ന് നമ്മളെല്ലാവരും കൂടിയിരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റിവ്യൂ ഓരോ കാര്യവും അവലോകനം ചെയ്യും. ഈ ഫോളോ അപ്പ് ഇല്ലാന്ന് ഒരു പരാതി ഉണ്ടാകാതിരിക്കുക. അല്ല, അപകടം അത് വികാരം മനസ്സിലാവുന്നു. അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മെഷേഴ്സ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പദ്ധതി വെച്ചില്ല എന്ന് നമുക്ക് പരാതി പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും പദ്ധതി വെച്ച് ടെൻഡർ പല സ്റ്റേജിലാണ് ഉള്ളത്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള സജ്ജമായ നടപടി ഇവിടുത്തെ റേഞ്ച് ഓഫീസർ, DFO മൂന്നാർ എല്ലാം എടുക്കും. അത് ഫോളോ അപ്പ് ഞാനും ജനപ്രതിനിധികളും എല്ലാവരും ചെയ്യുന്ന ഒരു ഉറപ്പ് തരണം. എനിക്ക് പറയാനുള്ള വളരെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അവിടെ നമ്മുടെ പ്രിയപ്പെട്ട എൽദോ അവർ മരിച്ച് ഇത്ര മണിക്കൂറായി.
നമുക്ക് സിസ്റ്റർ അവിടെ ഞങ്ങളോട് ചോദിക്കുന്നു, ആ ബോഡി വെച്ചിട്ടാണോ നിങ്ങൾ ഈ ചർച്ചയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പെൺകുട്ടി. ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കൈപിടിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, ആ ബോഡി ഒന്ന് എടുക്കാനുള്ള അനുവാദം നിങ്ങൾ തരണമെന്ന് മാത്രം ഞാൻ ചോദിക്കുന്നു. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാനുള്ള എല്ലാ നടപടി ജില്ലാ കളക്ടറിനെ സ്വീകരിക്കും ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് ചർച്ച് ഫാദേഴ്സ് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞു. ഇനി ആവർത്തിക്കാതിരിക്കുന്ന നടപടി. അമൗണ്ട് 10 lakhs. ഓക്കെ. കളക്ടർ ചർച്ചയുടെ തീരുമാനങ്ങൾ ഇപ്പോൾ നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നു. അടിയന്തര ധനസഹായമടക്കം ഇപ്പോൾ തന്നെ കൈമാറും. 10 ലക്ഷം രൂപയാണ് സഹായം. ഇപ്പോൾ തന്നെ ചെക്ക് കൈമാറും. മൃതദേഹം അവിടെ നിന്ന് ഇപ്പോൾ പോലീസ് സംഘം നീക്കുകയാണ്. രാത്രി 8 മണിയോടെയാണ് കാട്ടാനൂർ ആക്രമണത്തിൽ കുട്ടമ്പുഴ കണാച്ചേരി സ്വദേശിയായ എൽദോസ് കൊല്ലപ്പെട്ടത്. കാട്ടാനൂർ ആക്രമണം, അതിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. തൊട്ടു പിന്നാലെ തുടങ്ങിയ പ്രതിഷേധമാണ്. മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞതേയില്ല. നാട്ടുകാർ അതിനെ അനുവദിച്ചില്ല. ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങളിലൊക്കെ ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പിന് പിന്നാലെയാണ് നാട്ടുകാർ മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ അനുവദിച്ചത്. ഈ ട്രെഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ നടപടികൾ ആരംഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ടെൻഡർ ക്ഷണിച്ചതാണ്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടി ഉണ്ടാകും എന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നു. സോളാർ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ 21-ാം തീയതി അക്കാര്യത്തിൽ നടപടികൾ തുടങ്ങും. അത് നേരത്തെ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് എന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. മറ്റൊരു കാര്യമുള്ളത്, ഈ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുള്ള ഉറപ്പ് പഞ്ചായത്ത് നൽകുന്നുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ അവധിയിലാണ്. അപ്പോൾ അതിൻ്റെ ലോഗിനുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വൈകുന്നത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ കളക്ടറെ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ അതിന് വളരെ വേഗത്തിൽ നടപടി ഉണ്ടാകണമെന്ന് കളക്ടർ നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ നാട്ടുകാർ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഏറെക്കുറെ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. ഇത് കേവലം തീരുമാനങ്ങളായി മാത്രം അതവിടെ അവശേഷിക്കില്ല. താൻ തന്നെ നേരിട്ട് അവിടെ റിവ്യൂ മീറ്റിംഗ് നടത്തും എന്ന് ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. 27-ാം തീയതി അവിടെ താലൂക്ക് തല അദാലത്ത് നടത്തുന്നതിന് തൊട്ടു പിന്നാലെ അവിടെ തൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുമെന്ന് കൂടി കളക്ടർ ഇപ്പോൾ നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയുണ്ടായി. ജനപ്രതിനിധികളുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. ആ അവലോകന യോഗത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ എന്തൊക്കെ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായി, ഏതൊക്കെ തീരുമാനങ്ങൾ നടപ്പിലായി, ഏതൊക്കെ തീരുമാനങ്ങളാണ് ഇപ്പോഴും നടപ്പിലാക്കാൻ കഴിയാത്തത് എന്നിങ്ങനെയുള്ള വിശദമായ അവലോകനം അതിൽ നടക്കും എന്നുള്ള ഉറപ്പ് കൂടി ജില്ലാ കളക്ടർ നൽകുന്നുണ്ട്. അതുകൊണ്ട് കേവലം ഉറപ്പുകൾ മാത്രം എന്ന രീതിയിൽ ഇത് പരിണമിക്കില്ല, മറിച്ച് അത് തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. 1.5 മണിക്കൂറത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നാട്ടുകാരോട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരവിടെ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. മൃതദേഹം അവിടെ നിന്ന് നീക്കുകയാണ്. രാത്രി 8 മണിയോടെയാണ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ ഉരുളൻതണ്ണി കാച്ചേരി സ്വദേശിയായ എൽദോസ് കാട്ടാനൂർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കാട്ടാന നേരത്തെ ആ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യം നാട്ടുകാർ വനംവകുപ്പ് സംഘത്തെ അറിയിച്ചതാണ്. പക്ഷേ അവർ ഇടപെട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. RRTക്കായി ഒരു വാഹനം വേണമെന്നുള്ള ആവശ്യമൊക്കെ അവിടെ ഉയർന്നു വന്നു. വാഹനത്തിൻ്റെ കാര്യത്തിൽ ടെൻഡർ നടപടികളിലേക്ക് കടന്ന് ആ വാഹനം എത്തണമെങ്കിൽ അതിന് കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് ഒരു വാഹനം വാടകയ്ക്ക് എടുക്കാനുള്ള തീരുമാനം വനംവകുപ്പ് നടത്തണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുകയുണ്ടായി. അക്കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും എന്ന് ജില്ലാ കളക്ടർ അവർക്ക് ഉറപ്പ് നൽകി. നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് നീക്കുകയാണ്. എൽദോസിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ
ധനസഹായം കൈമാറുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അത് അടിയന്തര ധനസഹായമാണ്. ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി നൽകണമെന്നുള്ള ആവശ്യമുണ്ട്. അക്കാര്യത്തിൽ താൻ ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ സർക്കാരിന് ശുപാർശ കൈമാറും എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ ശുപാർശ നൽകാൻ മാത്രമേ കഴിയൂ. കളക്ടർക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ തീരുമാനം ഉണ്ടാകാൻ കഴിയുന്ന തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്ന് ശുപാർശ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ജില്ലാ കളക്ടർ NSK ഉമേഷ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ആംബുലൻസ് അവിടെ നിന്ന് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിൻ്റെ മൃതദേഹവുമായി നീങ്ങുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ സംസ്കാരം. ഇന്ന് അവിടെ ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ പ്രതിഷേധങ്ങളും നടക്കും. വനംവകുപ്പിനെയാണ് നാട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്രിയാത്മകമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിമർശനം. ആ വിമർശനങ്ങളിലൊക്കെ അനുകൂല തീരുമാനമെടുക്കും എന്നുള്ള ഉറപ്പാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹവുമായി ആംബുലൻസ് അവിടെ നിന്ന് പോവുകയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സംഘം അവിടെ ഉണ്ട്. MLA മാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. മൃതദേഹം അവിടെ നിന്ന് നീക്കിയിരിക്കുന്നു. എസ് ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, അപ്പോൾ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് നീക്കിയിരിക്കുകയാണല്ലോ ശ്രീകാന്ത്. നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങൾ, അവർ പറഞ്ഞ അവരുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്.